ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണുള്ളത്. എല്ലാ ദിവസത്തെ പോണക്ക് ഉള്ള വീഡിയോ അല്ല. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ ഗപ്പി ടാങ്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പം എൻ്റെ വീട്ടിലെ ഗപ്പി ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതും ഒരു ഗപ്പി ടാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളല്ല, കുറച്ച് ഗപ്പികളുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതെല്ലാം ചത്തുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എനിക്കറിയില്ല. കുറച്ച് ദിവസമായിട്ട് വെള്ളത്തിൻ്റേതായിട്ടുള്ള എന്തോ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അത് ഒത്തിരി എന്തൊക്കെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന കുറേ മീനുകളാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ മീനെ വളർത്തുന്നവർക്കെല്ലാം പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ഗപ്പി കുഞ്ഞുങ്ങൾ മരിച്ചു പോകുക എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് വെള്ളം കംപ്ലൈൻ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് വേറൊരു ഗപ്പി ടാങ്കുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. അതിനകത്ത് കുറേ മീനുകളുണ്ട്. കണ്ടോ, ഇതാണ് എൻ്റെ ഗപ്പി കുഞ്ഞുങ്ങളല്ല, വലിയ മീനുകളാണ്. അതിനകത്ത് പ്ലാറ്റിയും ഒക്കെ കിടപ്പുണ്ട്. ഞാൻ ഫുഡ് രാവിലെ കൊടുത്താണ്. പക്ഷെ ഇപ്പം അവയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ലാണ്. നമ്മൾ ഒത്തിരി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഇതിനകത്തെല്ലാം മീനുകളുണ്ട് കേട്ടോ, കണ്ടോ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്ലാറ്റിയെ മേടിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ കാണുന്നില്ല ഇവിടെ. അതാണ് ഞാൻ നോക്കിയത്, പക്ഷേ എന്നെ കാണുന്നില്ല. ഇത് നിറച്ചും കിടക്കുന്നത് ഗപ്പിയാണ്. അപ്പം ഇതിൻ്റെ മണ്ടയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് പായലാണ്. ആ പായൽ നമ്മളിടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രൊട്ടക്ഷൻ പോണക്കാണ് നമ്മൾ ഈ പായലിട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ചൂട് വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും ഇങ്ങനത്തെ പായലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനൊരു ഗുണമുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തിൽ വരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ പായൽ വലിച്ചെടുത്തോളും. പിന്നെ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പായൽ വരുന്ന സമയത്ത് ഇത് ഓവറായിട്ട് അങ്ങ് ഒത്തിരി വലുതാവും. ഒത്തിരിയായിട്ട് ഇത് പടർന്ന് വരുന്ന സമയത്ത് നമ്മളത് കുറച്ചൊക്കെ എടുത്തിട്ട് മാറ്റി കൊടുക്കണം. അത് ചെയ്യുക. ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം കുറച്ച്. ഇപ്പോഴെനിക്ക് ഞാൻ മീനിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി മീനുകൾ ഇതിനകത്തുണ്ട്. ഒത്തിരി മീനുകളുണ്ട്. ഇത് കാണാൻ പറ്റുന്നില്ലേ? നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനെങ്ങനെ നമ്മൾ കൈയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കലോട്ട് വരും കേട്ടോ. ഇപ്പോൾ വരുന്നില്ല. ഫുഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും. ഒരുപാടുണ്ട്, ഒത്തിരി എണ്ണമുണ്ട് കേട്ടോ. കാരണം ഞാനതൊരു 3-4 എണ്ണത്തിനെ മേടിച്ചിട്ട് അതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഇത്രയും കുഞ്ഞുങ്ങളാണ്. നല്ല ഭംഗിയാണ്. റെഡ് ടെയിൽ മീനാണ് കേട്ടോ. റെഡ് ടെയിലാണ് ഈ സാധനം. റെഡ് ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല് നല്ല ഗ്രീൻ കളറായിരിക്കും. അതിൻ്റെ ഇടയ്ക്കൊരു വലിയ പ്ലാറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഫീമെയിലാണ് കേട്ടോ. അത് പോയത് അതിങ്ങനെ വരൂല. അത് ഇച്ചിരി ഓടി നടക്കുന്നൊരു പുള്ളിയാണ്. അതാ കണ്ടില്ലേ വേണ്ട, അതിൻ്റെ അടിയിലുണ്ട്. പക്ഷേ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്, കാണാൻ പറ്റില്ല. കണ്ടോ നിങ്ങൾക്കാ എൻ്റെ കൈ പോകുന്നിടത്ത് കണ്ടില്ലേ? ഒരു നല്ല പ്ലാറ്റ് കിടക്കുന്നത് കണ്ടോ. ഞാൻ എൻ്റെ മെയിലിനെ 2 മേടിച്ച് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി എന്നറിയത്തില്ല, കാണാനില്ല. അത് വലിയ സൈസൊന്നും ഇല്ലാത്തതാണ്. ഫീമെയിൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറ്റേ എന്താ പറയുന്നത്, ഈ പായലെല്ലാം കൂടെ കിടക്കുന്നത് കാണാൻ വേണ്ടി മൊബൈൽ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ മൊബൈൽ മുക്കിക്കഴിഞ്ഞാൽ സീനാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഗപ്പി ടാങ്ക്. ഇത് ഞാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ടാങ്കൊക്കെ പണിതിട്ട് ഒന്ന് പണിതാൽ മതി. നല്ല ഭംഗിയാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ കറക്റ്റായിട്ട് കെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയ പോണക്ക് കുറേ മീനുകളൊക്കെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. വെള്ളം ഇപ്പം നമുക്കിവിടെ വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊന്ന് മാറിക്കൊടുത്തേനായിരുന്നു. എന്തോ കഴിഞ്ഞ ആഴ്ച ഞാൻ വെള്ളം മാറിക്കൊടുത്തായിരുന്നു. വെള്ളം മാറിക്കൊടുത്തത് ഫുള്ള് മാറിയില്ല. എന്തോ വെള്ളത്തിൻ്റെ ആയിട്ടുള്ള മിസ്റ്റേക്കോ എന്തോ പ്രശ്നം കൊണ്ട് സംഭവിച്ചു പോയാണ് ആ മീനുകളെല്ലാം ചത്തുപോയി. എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യമായിപ്പോയി. അപ്പം കണ്ടില്ല എത്ര മീനാണ് നോക്കി കിടക്കുന്ന വൈറ്റ് കളർ കിടക്കുന്ന എല്ലാം മീൻ കുഞ്ഞുങ്ങളാണ് കണ്ടോ. അതെല്ലാം ചത്തുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഈ മീൻ വളർത്തുന്നിടത്തൊക്കെ മീനൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇതിനെയൊക്കെ വളർത്തിയിട്ട് പെട്ടെന്ന് മരിച്ചു പോവുക, ചത്തുപോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കെയർ ചെയ്യുക, അതിൻ്റേതായിട്ടുള്ള ഫുഡ് കൊടുക്കുക. ഓവറായിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിന് ഫുഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. ഒന്നിരാടം ദിവസങ്ങളിലൊക്കെ ഇതിന് ഫുഡ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മീനിനെയൊക്കെ വളർത്തി നമുക്ക് ഈ സ്ട്രെസ്സ്, ഡിപ്രഷന്, വിഷമമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുക്ക പോയി കുറച്ച് നേരം നോക്കിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇങ്ങനെ മീനിനെയൊക്കെ വളർത്തുക.
ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. എനിക്കിത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നിങ്ങൾക്കത് അത്രത്തോളം അടുക്ക കാണാൻ പറ്റുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതായത് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അടപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടച്ചിട്ടുള്ള ചെറിയൊരു ഗപ്പി ടാങ്ക്. അപ്പോൾ ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യണേ. ഗപ്പി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ആവശ്യമാണേ.